ആരാടി അവിടെ? എടി നിന്റെ അച്ഛൻ. ആരാടി അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ആരാടി അവിടെ ശൂശു വെച്ചത്? ആരുമില്ല അച്ഛാ. എടി നിന്റെ പപ്പയും അമ്മ എന്തിയെ? അവര് കല്യാണത്തിന് പോയിരിക്കുക. ബാടി നമുക്കൊന്ന് കറങ്ങാൻ പോവാ. അമ്മയാണ് സദ്യ. ഞാൻ വരും, അതിൽ ചാടും. നീ ചാടിക്കോ, ഞാൻ പിടിച്ചോളാം. ഞാൻ ചാടും. ചാടിക്കോ ചാടിക്കോ, ഞാൻ പിടിച്ചോളാം. ഞാൻ ഉറപ്പായിട്ടും ചാടും. മുത്തേ നീ എൻ്റെ ലഹരിയായി, കാറ്റേ നീ എൻ്റെ കുളിരായി, ഒഴുകുന്നു നിന്മേനിയിൽ, അലിയുന്നു നിന്റെ ഹൃദയത്തിൽ ഞാൻ. എടി ബാടി നമുക്ക് കറങ്ങാൻ പോവാ. എടാ ചിത്തു, ക്ലാസ്സിൽ കയറാനുള്ള ഈ കറക്കം ഉണ്ടല്ലോ, വീട്ടിൽ അറിഞ്ഞ എന്നെ തല്ലിക്കൊല്ലും. ഞാനുള്ളിടത്തോളം കാലം നിന്നെ തല്ലാനും കൊല്ലാനും ആരും വരില്ല. എക്സാം അടുത്തുമായിരുന്നു. ഇനി പാർക്കിൽ പോകണം, ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കല്ലേ. ഇല്ലടാ, ഞാനിനി നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. നിന്നെ അത്യാവശ്യത്തിന് വിളിക്കാനായി ഞാൻ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ വേണ്ടടാ, അച്ഛനും അമ്മയും അറിഞ്ഞാൽ പ്രശ്നമാവും. എനിക്ക് വേണ്ട, പ്ലീസ്. ഇതൊന്നും ആരും അറിയില്ല, സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ മതി. ഓക്കേടാ. എടാ മുത്തേ, എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നേ? എനിക്ക് പേടിയാവുക. ആ നീ ഇങ്ങ് വാ, പപ്പ വരാറായിട്ടുണ്ട്. എവിടെ നോക്കിയാലും നീയാ. എനിക്ക് നിന്നിപ്പോ കാണണം, ഞാൻ അങ്ങോട്ട് വരുവാ. പുള്ളിക്കാരൻ നിന്നെ വെടിവെച്ച് കൊല്ലും. അമ്മ പാവാ. നീ എന്താ ഡോറ് കുറ്റിയിട്ട് മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത്? എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? ഏയ്, എന്ത് ചുറ്റിക്കളി? അമ്മയ്ക്ക് തോന്നിയതാ, ഞാൻ അറിയാതെ കുറ്റിയിട്ടതാ. ഒരാഴ്ചയായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് ചില ഭാവവ്യത്യാസങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അമ്മ എന്തേ നോക്കുന്നേ? നീ ആരോടോ അടക്കം പറഞ്ഞ് സംസാരിക്കുന്നത് പോലെ തോന്നി. അമ്മക്കള്ളി എന്നാ വെള്ളരിക്കാൻ പറ്റണോ? പൊക്കെ 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 പൊക്കെ, എനിക്ക് പഠിക്കാനോ. ഇവ സമ്മതിക്കൂല. എൻ്റെ കട്ട പുക കണ്ടേ അടങ്ങും. ഇനി നീ വിളിക്കുന്നേ ഒന്ന് കാണണം. നീ ആരുടെ കട്ടപ്പോ കാണുന്ന കാര്യ പറഞ്ഞത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേടി? ബുക്കുണ്ട്, പഠിക്കുക. എൻ്റെ ഒരു പഠിത്തം. സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരണം തനിക്ക് അറിയത്തില്ലേ? പിന്നെ എന്തിനാ കൊണ്ടുവന്നത്?
മിസ്സേ പ്ലീസ് മിസ്സേ പ്ലീസ് മിസ്സേ എന്തിനാണോ ഒന്ന് മോങ്ങുന്നത്? പ്ലീസ് മിസ്സേ ഇനി ചെയ്യൂല. മിസ്സേ മാപ്പ് തരണം പ്ലീസ് മിസ്സേ. വീട്ടിലറിഞ്ഞ എന്നെ തല്ലിക്കൊല്ലും പ്ലീസ് മിസ്സേ. താനിങ്ങനെ മുതലക്കണ്ണിൽ ഒഴിച്ചിട്ട് കാര്യമില്ല. ഇത് മാപ്പ് പറഞ്ഞാൽ തരുന്ന പ്രശ്നമല്ല. എവിടെ സ്കൂളിന് അതിന്റെ ഡിസിപ്ലിൻ ഉണ്ട്, അത് അതിന്റെ വഴിക്ക് തന്നെ പോകും. തനിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചർ തന്നു വിടും, അത്രേ ഉള്ളൂ. മിസ്സേ എനിക്ക് ഈ ഒരു തവണത്തേക്ക് മാപ്പ് പറയണം. ഞാൻ ഇനി ഫോൺ കൊണ്ടുവരൂല. ടീച്ചർ തന്നു വിട്ടാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. ഞാൻ ഏതേലും പുഴ ചാടി ചാവും. നീ ചാകുവോ ചാകാതിരിക്കുകയോ ചെയ്യ്, ഞങ്ങൾക്ക് വലുത് സ്കൂളിന്റെ ഡിസിപ്ലിൻ ആണ്. ഈയിടെ നിനക്ക് കുറച്ച് ചുറ്റിക്കളുണ്ടെന്ന് എനിക്ക് സൂചന ലഭിച്ചു. സത്യം പറ, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ മൊബൈൽ ഫോൺ? എനിക്ക് കളഞ്ഞു കിട്ടിയതാ മിസ്സേ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ പറഞ്ഞു വിടല്ലേ. നിനക്ക് ലഹരി മാഫിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും നിന്റെ അമ്മയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ നീ വരുന്നുണ്ടല്ലോ. മിസ്സേ, ഞങ്ങൾ മോൾക്ക് മൊബൈലൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല. കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. ഇന്ന് അവള് മൊബൈൽ കൊണ്ടുവന്നു, നാളെ ചരസോ കഞ്ചാവോ MDMA കൊണ്ടുവരില്ലെന്ന് ആര് കണ്ടു? ഇങ്ങനെയുള്ളവളെ ഈ സ്കൂളിൽ നിലനിർത്താൻ പറ്റില്ല. മാനേജ്മെന്റ് തീരുമാനം കുട്ടിക്ക് TC കൊടുത്തു വിടാനാണ്. മോളെ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? പപ്പയോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്ക് പേടിയാവുന്നു. അപ്പ എന്നെ തല്ലിക്കൊല്ലും. മോള് പേടിക്കണ്ട, അമ്മയില്ല അടുത്ത്. അമ്പിളി, ഇവിടെ അറിയൂ, എന്നെ കെട്ടിയില്ലെങ്കിൽ പാനിൽ തൂങ്ങുമെന്ന് പറഞ്ഞ് ഏതോ ഒരു മണുകുണാഞ്ചനെ കണ്ടപ്പം അതും കാശുള്ളവനെ ചാടിപ്പോയവളായി. ഇത് ഓഫീസാ. നിർത്തടി ജോലി. ഇതാരാണെന്നറിയാവോ? എൻ്റെ ഭാര്യയും മോളും. ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ TC കൊടുത്തു വിടുന്നത്? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുസ്തകത്തിനിടയിൽ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ച് ഇവിടെ ആർക്കോ ചാറ്റ് ചെയ്യായിരുന്നു. ടീച്ചർ പറഞ്ഞത് ശരിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? ആരുടെയാ ഫോൺ? പ്ലസ് ടുവിലെ ജിത്തു ഭാസ്കർ. അതെ, അതെന്റെ മോനാ. അതെനിക്കങ്ങ് ഇഷ്ടായി. പുന്നാരം മോനെന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ജ്യോതി മിസ്സേ, പ്ലസ് ടുവിലെ ജിത്തുനോടൊന്ന് വരാൻ പറയൂ. എന്താ അമ്മ വിളിച്ചേ? ഈ ഫോൺ നീയാണോ മീനുവിന് കൊടുത്തത്? എനിക്ക് മീനുവിനെ ഒത്തിരി ഇഷ്ടം അമ്മേ, അതാ ഞാൻ കൊടുത്തത്. കുഴപ്പമായോ? പാറുമാടം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മാനേജ്മെന്റിന്റെ ഡിസിപ്ലിൻ എന്നോ മാനേജ്മെന്റ് തീരുമാനമെന്നോ സ്കൂളിന്റെ അന്തസ്സെന്നോ ഏതാണ്ടൊക്കെ കുറെ കാര്യം പറയണ കേട്ടല്ലോ. TC 1 ആണോ 2 ആണോ എഴുതുന്നത്? എന്താ മാഡം ഒന്നും മിണ്ടാത്ത? ജിത്തു മോനെ, നിന്റെ നിഷ്കളങ്കമായ പെരുമാറ്റം എനിക്കങ്ങ് ഇഷ്ടമായി. വേണമെങ്കിൽ നിനക്ക് ആ മൊബൈൽ നിന്റേതല്ല എന്ന് നിനക്ക് പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. അത് നിന്റെ സത്യസന്ധത. മക്കളെ,
നിങ്ങളിപ്പം +2 പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടി ഉയരങ്ങളിലെത്തുമ്പോൾ നിങ്ങളുടെ ഈ സ്നേഹം അന്നും നിലനിൽക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ആരെതിർത്താലും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തുക. ക്ലാസ് പാറു ടീച്ചറെ, സന്തോഷായോ? എന്നാ ഞാൻ പോട്ട്. ഇനി ഇതേപോലുള്ള ആവശ്യങ്ങൾ വരുമ്പം വിളിക്കണേ. മക്കളുടെ കാര്യത്തിൽ മറിച്ചെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയാൽ കൊന്നുകളയും ഞാൻ പറഞ്ഞേക്കാം. അപ്പം ഇനിയും നമ്മൾ കാണേണ്ടവരല്ലേ?